ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നത്തെയും പോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ കിച്ചണിലെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങും ബ്രേക്ക്ഫാസ്റ്റ് പരമായിട്ടുള്ള കിച്ചൺ വിശേഷങ്ങളും പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ടേബിളിലേക്ക് ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായ, പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും അതുപോലെ തന്നെ സാമ്പാറുമാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ റെഡിയാക്കിയിരുന്നത് ദോശയും സാമ്പാറും ചമ്മന്തിയുമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ചമ്മന്തി സാമ്പാറുള്ളപ്പോൾ വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചമ്മന്തി വേറെ സെപ്പറേറ്റ് റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും അതുപോലെ തന്നെ സാമ്പാറും ഒക്കെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ മുരിങ്ങക്കോലും അതുപോലെ തന്നെ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സാമ്പാർ. അപ്പോൾ സാമ്പാർ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, സാമ്പാർ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതൽ വെച്ചായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ അപ്പോൾ ദോശ റെഡിയാക്കി അത് സാമ്പാറും കൂട്ടി കഴിച്ചു. അപ്പോൾ ഒരു ദിവസം ഇഡ്ഡലി റെഡിയാക്കിയിട്ട് സാമ്പാറും കൂട്ടി കഴിക്കാം, ആ ഒരു കാൽക്കുലേഷനിലാണ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ സാമ്പാർ റെഡിയാക്കിയത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എനിക്ക് വേണ്ട ഒരു 3 ഇഡ്ഡലിയും സാമ്പാർ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ സാമ്പാറും എടുത്തിട്ട് പിന്നെ ഒരു കപ്പ് നല്ല ചൂട് പതപ്പിച്ച ചായയിലൊക്കെ ആക്കിയിട്ട് ആവശ്യത്തിന് മധുരമൊക്കെ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ് ചായയും കൂട്ടി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുക്കിങ് ലഞ്ച് കുക്കിംഗ് ചെയ്യുന്നുണ്ട്. വീക്ക് ഡേ ആണ്. അപ്പോൾ വീക്കെൻഡ് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം വീക്കെൻഡിൽ സ്പെഷ്യലായിട്ടുള്ള വീക്കെൻഡ് വിശേഷങ്ങളും ഡിഷസും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യാം. അപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നൊരു സിമ്പിളായിട്ടുള്ള ലഞ്ച് കുക്കിംഗ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലഞ്ചിൻ്റെ കുക്കിംഗ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫ്രൂട്ടായിട്ട് ഒരു ആപ്പിൾ എടുത്തു. വളരെ തിന്നായിട്ട് സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഫ്രൂട്ടായിട്ട് ആപ്പിളാണ് കഴിച്ചത്. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പ്രോൺസ് ഫ്രൈ ആണ്. അപ്പോൾ പ്രോൺസ് ഡീപ്പ് ഫ്രൈ അല്ലെങ്കിൽ പ്രോൺസ് തവ ഫ്രൈ ഒക്കെയാണ്. നല്ല കൊക്കനട്ട് ഓയിലിൽ കുറച്ച് ഉള്ളിയും സവോളയും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് കുറച്ച് സ്പൈസി ആയിട്ട് പെപ്പർ പൗഡറും ചില്ലി പൗഡറും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത പ്രോൺസും ഒരു ബൗളിൽ പ്രോൺസ് ഫ്രൈയും ഒരു ബൗളിൽ പ്രോൺസിൻ്റെ ഹെഡ് ഫ്രൈ ചെയ്തത്, അത് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്യുന്ന പോലെ ഡയറക്റ്റ് അല്ല, അത് നമ്മൾ ആദ്യം സ്പൈസസ് ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കും. അതിന് ശേഷമാണ് നമ്മൾ കോക്കനട്ട് ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്താണേലും അത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് പ്രോൺസിൻ്റെ ഹെഡ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പ്രോൺസ് നമ്മുടെ ലഞ്ച് സ്പെഷ്യൽ നമ്മളിതാ ഫ്രൈ ഒക്കെ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനുശേഷം ഒരു സ്പെഷ്യൽ മോര് കാച്ചിയതുണ്ട്. അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. അതുപോലെ അതിനുശേഷം കുറച്ച് ജിഞ്ചർ, ഗാർലിക്ക്, അതുപോലെ തന്നെ സവോള തിന്നായിട്ട് കട്ട് ചെയ്തത്, ഗ്രീൻ ചില്ലി, കറിവേപ്പില ഒക്കെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് വഴട്ടും. അതിനുശേഷം കട്ട തൈര് കുറച്ച് മിക്സിയിലെടുത്തിട്ട് അതും ഒന്ന് ഒരു ഫ്യൂ സെക്കൻഡ്സ് അതും ഒന്ന് അടിച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇതിലേക്ക് ചേർക്കും. അങ്ങനെയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പം ഒരു സ്പെഷ്യൽ മോര് കാച്ചിയതാണ്. അപ്പോൾ ഒരു ഡ്രോപ്പ് വെള്ളം പോലും ചേർക്കാതെ, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ കുറച്ച് പുളിപ്പ് കുറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ബക്കറ്റിൽ കിട്ടുന്ന ഈ ഒരു കേടുണ്ടല്ലോ, അപ്പോൾ അത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോര് കാച്ചിയതാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഓരോന്നോരോന്നായിട്ട് വിഭവങ്ങൾ ലഞ്ചിൻ്റെ വിശേഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ലഞ്ചിന് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പ്രോൺസ് ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ പ്രോൺസിൻ്റെ ഹെഡ് ഫ്രൈ ചെയ്തതുമാണ്. അപ്പോൾ പിന്നെ ഒഴിക്കാനായിട്ട് നമ്മൾ റെഡിയാക്കുന്നത് മോര് കറിയാണ്. അപ്പോൾ അതും ഞാനിതാ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. നമ്മുടെ ഇന്നത്തെ ലഞ്ച് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് കാണാം. പിന്നെ നമ്മുടെ കുറച്ച് സ്നാക്ക് കഴിക്കലും കാര്യങ്ങളും ഒക്കെ, പിന്നെ അതുപോലെ തന്നെ ഡിന്നർ വിശേഷങ്ങളും കാര്യങ്ങളും, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ, ഒരു വീക്ക് ഡേ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. ഒരുപാട് സ്പെഷ്യലും കാര്യങ്ങളും ഒന്നുമല്ല, എങ്കിൽ നമ്മൾ നമ്മൾ കഴിക്കുന്ന
വീക്ക് ഡേയിലെ വിശേഷങ്ങൾ കുറച്ചും കൂടെയൊക്കെ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഫ്രൈഡേയോ ഒരു സാറ്റർഡേയോ ഒക്കെ ആവണം. അപ്പോൾ വീക്ക് ഡേയ്സിൽ നമ്മൾ നോർമലി വീട്ടിൽ കുക്കിങ്ങും വീട്ടിലെ കഴിക്കലും കുടിക്കലും ഒക്കെ ആയിട്ട് വീക്ക് ഡേയ്സിൽ നമ്മൾ കംപ്ലീറ്റ് വീട്ടിൽ തന്നെ ആയിരിക്കും. ഒന്ന് പുറത്ത് പോവുക, ഒരു റെസ്റ്റോറൻറ്റ് ഡിന്നർ, ഒരു ഔട്ടിങ്, ഒരു ഷോപ്പിങ്, ഇങ്ങനെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രൈഡേയിലോ സാറ്റർഡേയ്സിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഞാനിതാ നെക്സ്റ്റ് ആയിട്ട് മോരൊക്കെ കാച്ചി നമ്മൾ മാറ്റി വെച്ചു. പിന്നെ എഗ്ഗ് ഓംലെറ്റ്. അപ്പോൾ ഈ എഗ്ഗ് ഓംലെറ്റും ഈ സ്പെഷ്യൽ മോര് കാച്ചിയതും ഒക്കെ ഇപ്പോൾ ഇന്ന് ലഞ്ചിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇത്രയും സ്പെഷ്യൽ ആക്കാറില്ല. അപ്പോൾ ഇന്ന് വീക്ക് ഡേ ആയിട്ടും ലഞ്ചിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കോമ്പിനേഷൻസ്, കുറച്ച് ലഞ്ച് കോമ്പോസ് ഉണ്ട്, അതൊക്കെ സെറ്റാക്കി മോര് കാച്ചിയത്, ഇക്കയുടെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു മോര് കാച്ചിയത്, പിന്നെ ഒരു എഗ്ഗ് ഓംലെറ്റ്, കുറച്ച് തിക്കായിട്ടുള്ള എഗ്ഗ് ഓംലെറ്റ് വേണം, അത് റെഡിയാക്കി. പിന്നെ കുറച്ച് വഴുതനങ്ങയും മുരിങ്ങയിലയും കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ പ്ലേറ്റിലേക്ക് എടുത്തു. പിന്നെ ചൂട് ചോറ്. അങ്ങനെ ഒരുപാട് വിഭവസമൃദ്ധമായിട്ടുള്ള ലഞ്ചും കാര്യങ്ങളൊന്നും അല്ല, എങ്കിലും നമുക്ക് കുറച്ച് സാമ്പാറുണ്ടായിരുന്നു. നമ്മുടെ സാമ്പാർ ഉച്ചയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്ത സാമ്പാറിൻ്റെ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോര് കാച്ചിയത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ മുരിങ്ങയില തോരൻ. അങ്ങനെ ഓരോന്നോരോന്ന് എല്ലാം ഞാൻ ടേബിളിലേക്ക് ലഞ്ചിൻ്റെയും കുക്കിംഗ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ചിൻ്റെ ഐറ്റംസ് എല്ലാം ടേബിളിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തു വെച്ചു. പിന്നെ പപ്പടം പൊരിച്ചു. അങ്ങനെ എല്ലാം ലഞ്ചിൻ്റെ. പിന്നെ ചമ്മന്തിപ്പൊടി, നമ്മുടെ ചമ്മന്തിപ്പൊടിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് പുതിയ ചമ്മന്തിപ്പൊടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് നമ്മളിതാ ബോട്ടിലൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ ഓരോന്നോരോന്ന് ഞാൻ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ എനിക്ക് വളരെ കുറച്ച് ചോറ്, ചൂട് ചോറ്, പിന്നെ കുറച്ച് മുരിങ്ങയിലയും വഴുതനങ്ങയും ചേർന്നിട്ടുള്ള ആ ഒരു കറി, പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോൺസ് ഫ്രൈ, പിന്നെ പ്രോൺസിൻ്റെ ഹെഡ് ഫ്രൈ, പിന്നെ നല്ല കുറുകിയ മോര് കാച്ചിയതും, അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചമ്മന്തിപ്പൊടി, പിന്നെ ഒരു പപ്പടം. അപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളം. നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനാണ് പപ്പടം പൊരിച്ചതും അതുപോലെ തന്നെ മോര് കാച്ചിയതും ചമ്മന്തിപ്പൊടിയും. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഫിഷ് ഫ്രൈയോ അതുപോലെ തന്നെ എന്തെങ്കിലും ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രൈയും ചേർത്തിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ മുട്ട പൊരിച്ചത് എടുക്കുന്നില്ല. എനിക്കിങ്ങനെ എന്തെങ്കിലും ഒരു കൂട്ടം നോൺ വെജ് ഉള്ളപ്പോൾ എനിക്ക് എഗ്ഗ് ഓംലെറ്റ് വലിയ താല്പര്യമില്ല. അപ്പോൾ അത് ഇക്കാക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ചേർത്തിട്ട് ലഞ്ച് കഴിക്കുകയാണ്. വളരെ ടേസ്റ്റാണ്. ഈ ഒരു മോര് കറി ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോര് കറിയാണ്. നമ്മുടെ വീട്ടിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോര് കറിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ഉച്ച ഊണ് കഴിക്കുകയാണ്. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞു. നമ്മുടെ ടേസ്റ്റി സിമ്പിൾ ലഞ്ചടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നിയപ്പോഴത്തേനും നമ്മുടെ കയ്യിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, ഡേറ്റ്സ്. അതിൻ്റെ ഉള്ളിൽ പല പല നട്ട്സ് ഐറ്റംസ് സ്റ്റഫ് ചെയ്തിട്ട്, പിന്നെ നമ്മുടെ ബക്ലാവ എന്ന് പറയുന്ന ആ ഒരു അറബിക് സ്നാക്ക്, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് ഓവറായിട്ട് സ്വീറ്റ് ഉള്ളതല്ല. ഈ ബക്ലാവ എന്ന് പറയുന്നത് ആ പുറമേയൊക്കെ ക്രിസ്പി ആയിട്ട് സെൻറ്ററിൽ മാത്രം കുറച്ച് സ്വീറ്റ്നെസ്സോട് കൂടിയിട്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ട് ഓവർ സ്വീറ്റ് അല്ല, കഴിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ചോറുണ്ടതിന് ശേഷം മധുരം കഴിച്ചു. അപ്പോൾ ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേനും കുറച്ച് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയപ്പോഴത്തേനും നമ്മൾ കുറച്ച് മസാല കുക്കീസ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഷാർജയിലെ ഡിബ്ബ ബേക്സി എന്നെങ്ങാണ്ടോ നമ്മൾ വാങ്ങിച്ചതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് മസാല കുക്കീസും, പിന്നെ വൈകുന്നേരം നമ്മളിതാ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചക്ക വറുത്തത്, അതും ഒക്കെയാണ് വൈകുന്നേരം. ഇന്ന് കാര്യമായിട്ട് ചായയോ കാപ്പിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ കുറച്ച് സ്നാക്സും കുറയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. അതിനുശേഷം സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേനും വൈകുന്നേരം ആയപ്പോൾ സന്ധ്യ ഒരു 6:37 കൂടിയിട്ട് 2 എഗ്ഗ് നമ്മൾ ബോയിൽ ചെയ്തിട്ട് അത് ഒരു വെളിച്ചെണ്ണയിൽ കൊച്ചുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് സ്പൈസസ് പൊടികളൊക്കെ ചേർത്തിട്ട് എഗ്ഗ് ബോയിൽ ചെയ്ത് അത് കഴിച്ചു. പിന്നെ രാത്രിയത്തെ ഡിന്നർ എന്ന് പറയുന്നത് രാവിലെ നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ദോശയാക്കി ചൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2-3 ആവശ്യത്തിന് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ദോശ ചുട്ട് കാസ്ട്രോളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ഡിന്നറിന് വേണ്ടി എടുത്തത് 2 ദോശയും അതുപോലെ തന്നെ സാമ്പാറുമാണ്. അപ്പോൾ സാമ്പാറും സാമ്പാർ ഇഡ്ഡലിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ
കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ടേസ്റ്റി ഹോംലി മീൽസ്, എൻ്റെ ഡിലീഷ്യസ് ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫുഡ് അടിക്കൽ വിശേഷങ്ങൾ, എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഡിന്നറിന് വേണ്ടി എടുത്തത് 2 തിക്കായിട്ടുള്ള ദോശയും കുറച്ച് സാമ്പാറും പിന്നെ കുറച്ച് മത്തി ഡീപ് ഫ്രൈ ചെയ്തതൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.